എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ടുഡേ വി ക്യാൻ ഹിയർ എ ഗോഡ്സ് വോയിസ്. ഇന്ന് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഗലാത്യർ 5:1, ഗലാത്യൻസ് 5:1. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യമാക്കിയിരിക്കുന്നു. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ, വീണ്ടും അടിമനുഖത്തിൽ കീഴ്പ്പെട്ടു പോകരുത്. നമ്മൾ പലപ്പോഴും ഈ ഒരു വചനം എടുത്ത് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യത്തെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്ന സ്വാതന്ത്ര്യം ക്രിസ്തു യേശുവിൽ കൂടെയുള്ള ഫ്രീഡം, അല്ലെ സ്വാതന്ത്ര്യം. ത്രൂ ജീസസ് ക്രൈസ്റ്റ് ദർ ഇസ് ഫ്രീഡം, ലിബർട്ടി. ആ ഫ്രീഡം തന്നിരിക്കുന്നത് ആത്മാവിൽ, ക്രിസ്തു യേശുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യം. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിലുള്ള മറ്റുള്ള ലോക ജഡികമായ പല കാര്യങ്ങളിലും അടിമകളായി കുടുങ്ങിയിരിക്കുന്ന പല വ്യക്തികളുണ്ട്, പല കുടുംബങ്ങളുണ്ട്. ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യം നമ്മളെ സ്വാതന്ത്ര്യമാക്കിയിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യമാക്കി പരിശുദ്ധാത്മാവിൻ്റെ നിയമത്തിലാക്കിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇന്ന് പലവരും അതിനകത്തായി നിൽക്കുന്നവർ പലരും ഇന്ന് ഈ ലോകത്തിൻ്റെ കെട്ടുപണിക്കകത്താണ്, ലോകത്തിൻ്റെ കെടുതിക്കകത്താണ് പലരും. ഒന്നീ പണത്തിൻ്റെ പുറകെ, അല്ലെ മോശമായ മ്ലേച്ഛതയുടെ പുറകെ, അല്ലെ വീണ്ടും ഈ ലോകത്തിൽ പ്രൗഢിയും പ്രശസ്തിയും കണ്ടെത്തുന്നതിൻ്റെ പുറകെ പല തരത്തിലുള്ള അടിമത്വത്തിൻ്റെ അകത്തായിരിക്കുക. ഇനിയും കുറച്ച് ആൾക്കാരുണ്ട്, അവരെ രക്ഷപ്പെടാൻ വേണ്ടി അവർ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനകത്തു നിന്ന് മാറി പൈശാചിക നിയന്ത്രണത്തിനകത്തായിരിക്കുന്നവരുണ്ട്. അത് അടിമനുഖം, പിശാചിൻ്റെ അടിമനുഖത്തിനകത്തായിരിക്കുന്നവരുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ശുശ്രൂഷിക്കുന്ന വ്യക്തിജീവിതങ്ങളുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളുമായി ഒത്തിരി ചെയ്യുന്നവരുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ, വ്യക്തമായി തിരിച്ചറിയാൻ പാടാം. പക്ഷെ ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയുന്നത് ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ടാണ് തിരിച്ചറിയുന്നത്. അവരുടെ അകത്ത് വ്യാപരിക്കുന്ന ചില പൈശാചിക വ്യാപാരങ്ങളുടെ ഇടപാടുകൾ കാണുമ്പോൾ, അവരുടെ സ്വഭാവം കാണുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രീതിയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ തിരിച്ചറിയാൻ പറ്റും. അപ്പം ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം, ക്രിസ്തുയേശുവിൽ കൂടെ പകർന്നിരിക്കുന്ന ദൈവിക സ്വാതന്ത്ര്യത്തിനകത്ത് ആമേൻ വരാതെ വേണം അടിമനുഖത്തിനകത്തായിരിക്കുന്ന പലരുമുണ്ട്. അവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാകുന്നെന്ന് ഞാൻ പറഞ്ഞു. അടിമനുഖം എന്ന് പറഞ്ഞാൽ പലപ്പോഴും യേശുവിൻ്റെ സ്വാതന്ത്ര്യം, യേശു മറ്റുള്ളവരെ സ്നേഹിക്കുകയും യേശു മറ്റുള്ളവരെ ആമേൻ കരുതുകയും മറ്റുള്ളവർക്ക് ഇല്ലാത്തത് ആമേൻ യേശു പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണോ സഭയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്? ആമേൻ സ്തോത്രം. തനിക്കുള്ളതെല്ലാം വിറ്റ് പെറുക്കി ദൈവസന്നിധിയിൽ സഭയിൽ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുവന്ന് അനേകർക്കായി, ആമേൻ ഇല്ലാത്തവർക്കായി കൊടുക്കുന്ന ഒരു പ്രവണത പഴയ നിയമത്തിലുണ്ടായിരുന്നു. പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിൻ്റെ സഭയ്ക്കകത്തുണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ചുള്ള സഭയ്ക്കകത്തുള്ള എല്ലാ ആമേൻ അടിസ്ഥാന, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അടിസ്ഥാന തത്വങ്ങളും അടിസ്ഥാനമായി ദൈവം ചെയ്ത് പഠിപ്പിച്ചിരിക്കുന്നതും പലതും ഇന്ന് പല സഭകളിലും ഇല്ല. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരവരുടെ ഇഷ്ടമനുസരിച്ച്, അവരവരുടെ പ്ലാൻ അനുസരിച്ച് ആമേൻ കൊണ്ട് നടത്തുക. ആരാണോ പള്ളി നടത്തിക്കൊണ്ട് പോകുന്നത് അവരുടെ ഇഷ്ടമനുസരിച്ച്, അവരുടെ താല്പര്യമനുസരിച്ച് കൊണ്ടുപോകുക. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന സഭ ഇതല്ല. ദൈവം ആഗ്രഹിക്കുന്ന സഭ ഈ ലോകത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ഈ ലോകത്തിൻ്റെ അടിമത്തത്തിനകത്ത് കഴിയുന്നവരല്ല. അവർ ക്രിസ്തുയേശുവിൻ്റെ സ്വാതന്ത്ര്യത്തിനകത്ത് നടക്കുന്നവരായിരിക്കും.
ഹല്ലേലൂയ. ഇന്ന് ദൈവം ചിലതിനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക, ദൈവം ചിലതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ ഹൃദയം അറിയുന്നവർ, പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നവർ, നിയോഗമനുസരിച്ച് നടക്കുന്നവർ, ദൈവത്തിൻ്റെ പ്ലാനിനകത്ത് നിൽക്കുന്നവർ, അവരെ ദൈവം തിരഞ്ഞെടുക്കും. അങ്ങനെയുള്ളൊരു തലമുറ കർത്താവ് പരിശുദ്ധാത്മാവായ ദൈവം ആമേൻ എഴുന്നേൽപ്പിക്കാൻ പോവാ. ക്രിസ്തു യേശുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യത്തിലുള്ള ചില തലമുറകളെ എഴുന്നേൽപ്പിക്കും, ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാതെ. ആമേൻ, സ്തോത്രം. നിൽക്കുന്ന ചിലതിനെ ഈ അന്ത്യകാല സമയത്ത് ദൈവം ഒരുക്കുന്നതിനായി സ്തോത്രം. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബമേ, ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, ശുശ്രൂഷകരെ ഒക്കെ ആമേൻ, സ്തോത്രം. ഇത് ആമേൻ സ്പർശിക്കട്ടെ. ചേഞ്ച് ചെയ്യാനുള്ള സമയം, മാറി വരാനുള്ള സമയം എനിക്കും നിങ്ങൾക്കും ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ക്രിസ്തു യേശുവിലൊരു സ്വാതന്ത്ര്യം ആമേൻ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് അനുഗ്രഹിക്കുന്നു. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.